അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹമുള്ള പഠിതാക്കളെ, സൂറത്ത് സുഖ്റുഫ് തുടരുകയാണ്. ഇന്ന് 12 മുതൽ 15 കൂടിയ വചനങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായി പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون. لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين. وإنا إلى ربنا لمنقلبون. وجعلوا له من عباده جزءا. إن الإنسان لكفور مبين. അള്ളാഹുവിൻ്റെ പല സിഫത്തുകളെ സംബന്ധിച്ചും മുമ്പ് വിവരിച്ചു കഴിഞ്ഞു. മനുഷ്യർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു എന്തൊക്കെ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് എന്നൊക്കെയാണ് മുകളിൽ പറഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഭൂമിയെ ഒരു തൊട്ടിലിന് സമാനമാക്കി വെച്ചു. ഭൂമിയിൽ ഒരുപാട് പാതകൾ അവൻ നിശ്ചയിച്ചു വഴി അറിയാൻ വേണ്ടി. ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു ഒരു കണക്കനുസരിച്ച്. എന്നിട്ട് വരണ്ട് കിടക്കുന്ന ഭൂമി, മരിച്ചതിന് തുല്യമായി കിടക്കുന്ന ഭൂമിക്ക് ജീവൻ നൽകി. അതിൽ നിന്ന് സസ്യലതാദികൾ അവൻ ജനിപ്പിച്ചു, അഥവാ വീണ്ടും വളർത്തിക്കൊണ്ടുവന്നു. ഇതുപോലൊക്കെ തന്നെ നിങ്ങളെ അള്ളാഹു പരലോകത്തേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾ പുറപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു വീണ്ടും പറയുകയാണ്,
അള്ളാഹുയുടെ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ചില സംവിധാനങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ആയത്തിലും സൂചിപ്പിക്കുന്നത്. 12 മുതൽ 15 വരെയുള്ള ആയത്തുകളിലൂടെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. 12-ാമത്തെ ആയത്ത്, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. അള്ളാഹുവിൻ്റെ മറ്റു ചില സംവിധാനങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നത്. വല്ലദീ, പിന്നെ എങ്ങനെയുള്ളവനാണ് ഈ അള്ളാഹു? അവൻ ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അൽ അസ്വാജ, എല്ലാ ഇണകളെയും, അസ്വാജ് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു, കുല്ലഹ, എല്ലാ തരത്തിലുള്ള ഇണകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, വജഅല ലക്കും, നിങ്ങൾക്ക് അവൻ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കവൻ ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. ജഅല, ഏർപ്പെടുത്തി, സംവിധാനിച്ചു എന്നൊക്കെ പറയാം. ലക്കും, നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക്. മിനൽ ഫുൽക്കി, കപ്പലുകളായും, വൽ അൻആം, മൃഗങ്ങൾ, കാലിമൃഗങ്ങളായും ഒക്കെ അവൻ നിങ്ങൾക്ക് സംവിധാനമായി ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അഥവാ ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. മാ തർകബൂൻ, നിങ്ങൾക്ക് സവാരി ചെയ്യാനുള്ള, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പര്യാപ്തമായ വസ്തുക്കളെ. ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത് എന്താ? വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ വിധത്തിലുള്ള ഇണകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അത് മനുഷ്യരിൽ മാത്രമല്ല, ജന്തുക്കളിൽ, ജീവിവർഗങ്ങളിൽ, സസ്യങ്ങളിൽ, അതുമല്ല അല്ലാത്തത് നിർജീവ വസ്തുക്കളിൽ പോലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു എന്നതാണ്. ഉദാഹരണത്തിന് വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, അല്ലേ? ഭൂമി, ആകാശം, മഴ, വെയിൽ, ഇങ്ങനെ തുടങ്ങി രാത്രി, പകല്, ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിലും അവൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ സർവവും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണ എന്ന് പറഞ്ഞാൽ വെറും 2 എന്നർത്ഥത്തിലല്ല, ഒന്നിൻ്റെ അപ്പുറത്തേക്ക്, 2 മുതൽ മുകളിലേക്കുള്ള വരുന്നതെല്ലാം അതാണ് ഇണകളായിട്ട്. അങ്ങനെ ബഹുരൂപത്തിൽ പടച്ച റബ്ബ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു. പലതിനെയും ആണ് പെണ്ണ് എന്ന വിധത്തിൽ ഇണകളായിട്ടും സൃഷ്ടിച്ചിരിക്കുന്നു. ഇതും അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. അഥവാ നിങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തവുമാണ്, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നൊരു അനുഗ്രഹവും കൂടിയാണിത്. എന്നിട്ട് പറയുന്നത്, വജഅല ലക്കും ഫിൽ ഫുൽക്കി വൽ അൻആമി മാ തർകബൂൻ, നിങ്ങൾക്ക് കപ്പലുകളിലായും അതുപോലെ തന്നെ കന്നുകാലികളിലായുമൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ അവയെ അവൻ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. കുതിരയായും, ഒട്ടകമായും, കഴുതയായും, മറ്റു മൃഗങ്ങളായിട്ടും, പിന്നെ വാഹനങ്ങൾ, എണ്ണമറ്റ വാഹനങ്ങളും, വ്യത്യസ്ത വിധത്തിലുള്ള വാഹനങ്ങളും, ഭൂമിയിലൂടെ, കരയിലൂടെ സഞ്ചരിക്കുന്നതും, കടലിലൂടെ സഞ്ചരിക്കുന്നതും, വായുവിലൂടെ സഞ്ചരിക്കുന്നതും, അങ്ങനെ തുടങ്ങി എല്ലാവിധ വാഹനങ്ങളും എല്ലാം പടച്ച റബ്ബ് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. മനുഷ്യൻ സ്വയം ഉണ്ടാക്കിയതല്ല, അവനുണ്ടാക്കിയതാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിലുള്ള സ്വഭാവ വിശേഷണങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവയെല്ലാം ചെയ്യുന്നത്. റോഡിലൂടെ ചക്രത്തിൽ കറങ്ങുമ്പോൾ ഒരു ഊർജം പിന്നോട്ട് തള്ളിയാൽ വസ്തു മുമ്പോട്ട് പോകും എന്നുള്ള തത്വം. വെള്ളത്തിലൂടെയാണെങ്കിൽ വെള്ളത്തെ പിന്നോട്ട് തള്ളിയാൽ ആ തള്ളപ്പെടുന്ന വസ്തു മുമ്പോട്ടേക്ക് പോകും എന്ന ഒരു തത്വം. വായുവിനെ പിന്നോട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ വിമാനം മുമ്പോട്ട് ഗമിക്കും എന്ന തത്വം. അപ്പോൾ ഒരു വസ്തുവിനെ പിന്നോട്ട് തള്ളിയാൽ ആ ഏതാണോ തള്ളുന്നത്, ആ തള്ളുന്ന വസ്തു മുമ്പോട്ടേക്ക് പോകും. തള്ളപ്പെടുന്ന വസ്തു പിന്നോട്ടാകുമ്പോൾ തള്ളുന്ന വസ്തു മുമ്പോട്ടേക്ക് പോകും. അടിസ്ഥാനപരമായ വസ്തുത അതാണല്ലോ. ആ വിധത്തിൽ പ്രപഞ്ചത്തിൽ അള്ളാഹു ഇത്തരം ഊർജത്തെ പടച്ച റബ്ബ് സംവിധാനിച്ച് വെച്ചിരിക്കുന്നു. ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് സവാരി ചെയ്യാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ കന്നുകാലികളെയും അതുപോലെ വാഹനങ്ങളെയും ഒക്കെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നു. എന്നിട്ട് അള്ളാഹു 13-ാമത്തെ ആയത്തിൽ പറയുക, എന്തിനാണ് ഇങ്ങനെ കന്നുകാലികളെയൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ വാഹനത്തെ നിങ്ങൾക്ക്, കപ്പലിനെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ വിധത്തിൽ ഏർപ്പെടുത്തി തന്നത്? അത് പറയാം അല്ലാഹു, ലിതസ്തവൂ അലാ ളുഹൂരിഹി സുമ്മ തസ്കുറൂ നിഅമത റബ്ബികും
ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين. തുടർന്നുള്ള പറയാം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാഹനത്തെ അള്ളാഹു സംവിധാനിച്ചത് ലിതസ്തവു, നിങ്ങൾക്ക് ശരിക്ക് കയറി ഇരിക്കുന്നതിന് വേണ്ടിയാവുന്നു, അല്ലെങ്കിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് വേണ്ടിയാവുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ ശരിയായി നിൽക്കുക, അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ ഇരിപ്പ് ഉറപ്പിക്കുക. ഇതൊക്കെയാണ് ഇസ്തവ. റഹ്ബാനു അലൽ അർശി ഇസ്തവ എന്ന് പറയുമല്ലോ. അള്ളാഹു അർശിൽ ആസനസ്ഥനായി എന്ന് പറയും, ഇരുന്നു എന്നൊക്കെ അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ഇരിപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഉറക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പടച്ച റബ്ബ് സവാരിക്ക് പര്യാപ്തമായ മൃഗങ്ങളെയും വാഹനങ്ങളെയും ഒക്കെ ഏർപ്പെടുത്തി തന്നു. ലിതസ്തവു അലാ ദുഹൂരിഹി, അതിൻ്റെ പുറത്ത്, ദുഹൂർ പറഞ്ഞാൽ പുറം, മുതുകിൽ, അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇരിപ്പുറപ്പിക്കുന്നതിന് വേണ്ടി. സുമ്മ പിന്നെ, തദ്കുറു നിങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടിയും, നിഅ്മത റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ നിഅ്മത്ത്, നിഅ്മത്ത് അനുഗ്രഹം. അപ്പം നിഅ്മത്ത് അനുഗ്രഹം, റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾ സുമ്മ തദ്കുറു പിന്നെ നിങ്ങൾ സ്മരിക്കുന്നതിന്, ഓർമ്മിക്കുന്നതിന് വേണ്ടിയും. ഇദസ്തവൈത്തും നിങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ, അലൈഹി അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ അങ്ങനെ ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെപ്പറ്റി ഓർക്കുന്നതിന് വേണ്ടിയും. വതഖൂലു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയും, അഥവാ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും. സുബ്ഹാന പരിശുദ്ധനാകുന്നു, അല്ലദീ ഒരുത്തൻ, സഖറ അവൻ സംവിധാനിച്ച് തന്നിരിക്കുന്നു, അഥവാ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. സഖറ അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ലനാ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ഹാദാ ഇത് അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വമാ കുന്ന നമ്മളാകുമായിരുന്നില്ല, ലഹു ഇതിന് മുഖിരിനീൻ ഇണക്കുവാൻ കഴിയുന്നവരാകുമായിരുന്നില്ല. അപ്പം ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇണക്കിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു അത് ആ തരത്തിൽ നമുക്ക് സംവിധാനിച്ചു തന്നു. അപ്പോൾ തുടർന്നുള്ള പറയുന്നത്, ഈ ആയത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾക്ക് മൃഗങ്ങളിലും മറ്റും സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ സംവിധാനിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പുറത്ത് നിങ്ങൾ കയറി ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം, അഥവാ നന്ദി ചെയ്യണം, നന്ദി കാണിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് വാഹനപ്പുറത്ത് കയറുകയാണെങ്കിൽ, അഥവാ ഒട്ടകപ്പുറത്ത് കയറുകയാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് കയറി ഇരിപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, വാഹനത്തിലാണെങ്കിൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഈ പ്രാർത്ഥന ഇതും ചെല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും നമുക്ക്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖിരീനീൻ. ഇത് കുറച്ചുകൂടി ഉണ്ട്, അത് അടുത്ത ആയത്തിലുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തായിട്ട് തന്നെയാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. വാഹനത്തിൽ കയറിയാൽ എന്ന് പറഞ്ഞാൽ കയറാൻ തുടങ്ങുമ്പോഴല്ല, കയറുന്ന സമയത്ത് വിസ്മിയൊക്കെ ചൊല്ലിയിട്ട് കയറുക. അതുപോലെ കയറി കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ 3 പ്രാവശ്യം ചൊല്ലുന്നു. ഇരിപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാലാണ് ഈ പ്രാർത്ഥന ചെല്ലേണ്ടത്. ചിലർ വാഹനത്തിൽ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് പുറത്തുനിന്ന് തന്നെ ചെല്ലിയിട്ട് വാഹനത്തിൽ കയറാറുണ്ട്. അതല്ല ഇതിൻ്റെ ശരിയായ രൂപം. ഈ പ്രാർത്ഥന ചെല്ലേണ്ടത് വാഹനത്തിലെ സീറ്റിൽ ഇരുന്ന ശേഷമാണ്. ഇപ്പോൾ ഒരു കാറിൽ സഞ്ചരിക്കുന്നവൻ കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ബെൽറ്റ് ഇടേണ്ടവനുണ്ടെങ്കിൽ ബെൽറ്റും ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ചെല്ലേണ്ടത്. മൃഗങ്ങളുടെ പുറത്ത് ഇന്നിപ്പോൾ അതില്ല. മൃഗങ്ങളുടെ പുറത്ത് എന്നാലും കുതിരപ്പുറത്തൊക്കെ സഞ്ചരിക്കുന്നവർ കുറേ കണ്ടല്ലോ. കുതിരപ്പുറത്ത് കയറുകയാണെങ്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ഇരുന്ന് അതിൻ്റെ കടിഞ്ഞാണൊക്കെ പിടിക്കുമല്ലോ, അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഈ പ്രാർത്ഥന ചെല്ലേണ്ടത് എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെല്ലിയിരുന്നത്. ഈ ആയത്തിൽ നിന്നും അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാകുക. ഇദസ്തവൈത്തും അലൈഹി എന്നാണ്. നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ വതഖൂലു സുബ്ഹാനല്ലാഹി സഖറ ലനാ ഹാദാ,
അങ്ങനെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനും വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംവിധാനം ഏർപ്പെടുത്തി തന്നത് എന്നാണ്. ഇതൊരു വലിയ തത്വമാണ്. ഈ മൃഗത്തെ സ്വന്തമായിട്ട് ഇണക്കി കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. അഥവാ ഇല്ലായ്മയിൽ നിന്ന് ഒരു വാഹനത്തെ സൃഷ്ടിച്ചെടുക്കാനും ആർക്കും സാധ്യമല്ല. പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവയെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ രൂപകൽപ്പന ചെയ്യുകയാണ് വാഹനങ്ങൾ. അതാണ് വമാ കുന്നാ ലഹു മുഖരിനീൻ. നമുക്കിത് ഈ രൂപത്തിൽ ഇണക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമായിരുന്നില്ല. അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇരുമ്പാണെങ്കിലും മറ്റു ലോഹങ്ങളാണെങ്കിലും അതിനെയൊക്കെ മനുഷ്യന് വേണ്ട രൂപത്തിൽ വളച്ചെടുക്കാനും വെൽഡ് ചെയ്ത് ഉറപ്പിച്ചു നിർത്താനുമൊക്കെയുള്ള സംവിധാനം പടച്ച റബ്ബ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളും മൂലകങ്ങളും ലോഹങ്ങളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ധനം ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ വാഹനം മുമ്പോട്ട് ഗമിക്കുന്ന ഒരവസ്ഥ പടച്ച റബ്ബ് പ്രപഞ്ചത്തിന് പ്രദാനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. വമാ കുന്നാ ലഹു മുഖരിനീൻ. ഞങ്ങൾക്കൊന്നും തന്നെ ഇതിനെ ഇണക്കി കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. വലിയ അർത്ഥഗർഭമുള്ള പ്രാർത്ഥനയാണ്. തുടർന്ന് ആ ആയത്തിൻ്റെ തന്നെ ബാക്കിയാണ് 14-ാമത്തെ ആയത്തിൽ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും ഞങ്ങൾ ഇലാ റബ്ബിന ഞങ്ങളുടെ റബ്ബിലേക്ക്, ഇലാലേക്ക് എന്നാണ്. ഇലാ റബ്ബ് രക്ഷിതാവ്, ഞങ്ങളുടെ ഇലാ റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവിലേക്ക്, തീർച്ചയായും മുൻകലിബൂൻ തിരിച്ചെത്തുന്നവരുമാകുന്നു എന്നോർക്കുകയും ആ പ്രാർത്ഥനയും അതിൻ്റെ ആശയവും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതിനും വേണ്ടിയാണ് പടച്ച റബ്ബ് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ സംവിധാനം ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇവിടെ ഈ ആയത്തിൽ ഈ 13-14 ആയത്തുകളിലായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാണ് സഞ്ചരിക്കുമ്പോൾ. അത് അവസാനിക്കുന്നത് ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചെത്തുന്നവരാകുന്നു, തിരിച്ചു പോകുന്നവരാകുന്നു. ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ആ ഒരു ബോധം കൂടി മനസ്സിൽ വേണം. ഏത് വാഹനവും ഏത് സമയത്തും അപകടത്തിൽപ്പെട്ടേക്കാം. യാത്രക്കാരന് ജീവഹാനി സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ അത് ഉറപ്പിക്കുകയാണ്, നമ്മൾ ഈമാൻ ഉറപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തുന്നവരാകുന്നു, തിരിച്ചു പോകേണ്ടവരാകുന്നു എന്നുള്ളൊരു ബോധം. വാഹനത്തിൽ അപകടങ്ങളാകാം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അറ്റാക്കുകളാകാം, എന്തും സംഭവിക്കാമല്ലോ. പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു മരണത്തെപ്പറ്റിയുള്ളൊരു ബോധവും കൂടെ എല്ലാവരുടെയും മനസ്സിൽ വേണം എന്നുകൂടിയാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു മാനവരാശിയോട് പറയുന്നത്, അല്ലെങ്കിൽ മാനവരാശിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 15-ാമത്തെ ആയത്ത് വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്ആ ഇന്നൽ ഇൻസാന ലകഫൂറും മുബീൻ. വജഅലൂ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ലഹു അവന്, അതായത് അള്ളാഹുവിന് അവർ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു, മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന്, ജുസ്അൻ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരംശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരു ഭാഗം, സൃഷ്ടികളിൽപ്പെട്ട ഒരു ഭാഗം, സൃഷ്ടികളിലെ ഒരു ഭാഗം അള്ളാഹുവിന് തുല്യരായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അത് അടിമകളിൽ നിന്ന്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് കുറച്ചാൾക്കാരെ അള്ളാഹുവിൻ്റെ ഒരു ഭാഗമാക്കി മനുഷ്യൻ നിശ്ചയിച്ചിരിക്കുന്നു. തീർച്ചയായും അൽ ഇൻസാന മനുഷ്യൻ ലകഫൂറുൻ തീർച്ചയായും നന്ദി കെട്ടവൻ തന്നെയാണ്, മുബീൻ വ്യക്തമായ നന്ദി കെട്ടവൻ തന്നെയാവുന്നു. അപ്പോൾ ഇവിടെ ഈ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലുള്ള ചിലരെ അള്ളാഹുവിൻ്റെ ഒരു ഭാഗമാക്കി നിശ്ചയിക്കുന്നു, സങ്കല്പിക്കുന്നു. ഉദാഹരണത്തിന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാകുന്നു മലക്കുകൾ എന്ന് സങ്കല്പിച്ച്, എന്ന് വിശ്വസിച്ച്
അബദ്ധമായ വിശ്വാസം വെച്ച് പുലർത്തി ആ മലക്കുകളോട് പ്രാർത്ഥിക്കുകയും മലക്കുകളെ ആരാധിക്കുകയും ചെയ്തിരുന്നു. കാരണം അവരൊക്കെ അള്ളാഹുവിൻ്റെ പുത്രിമാരാകുന്നു എന്ന സങ്കല്പത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അതേപോലെ ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ മകനാണ്, പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ സങ്കല്പിക്കുന്നു. അതും അള്ളാഹുവിനോട് ചെയ്യുന്ന പാതകം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയും അടിമയുമാണ് മസീഹ് ഈസാ അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് സങ്കല്പിച്ച് ആ ഈസാ നബിയോട്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ ദുഃഖകരമായ, അല്ലെങ്കിൽ വളരെ തെറ്റായ ശിർക്ക്പരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഒരു ഭാഗമാക്കി ഈസാ നബി അലൈഹി സ്വലാമിനെ മാറ്റുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം ഉസൈർ എന്ന പ്രവാചകൻ അലൈഹിസ്സലാം, ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ജൂതർ സങ്കല്പിക്കുന്നു. അവരങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ ആരാധനകളെയും പ്രാർത്ഥനയെയും അവർ ചിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ വലിയ പാതകമാണ്. അള്ളാഹുവിൻ്റെ അടിമകളെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗമാക്കി സങ്കല്പിക്കുക. എന്നിട്ട് പറയാം, അല്ലാഹ് ഇന്നൽ ഇൻസാന ലകഫൂറുൻ മുബീൻ, മനുഷ്യൻ വ്യക്തമായും പടച്ച റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാവുന്നു. അല്ലാത്ത പ്രയോഗ, നന്ദി കെട്ടവനാണ് മനുഷ്യൻ. എല്ലാ മനുഷ്യരും മനുഷ്യർ നന്ദി കെട്ടവരാണ്. കുറേയൊക്കെ നന്നായി ജീവിക്കുമെങ്കിലും പലപ്പോഴും നന്ദികേട് തന്നെയാണ് അള്ളാഹുവിനോട് കാണിക്കുന്നത്. അള്ളാഹുവിനോട് വളരെ അടുത്തിട്ടുള്ള മുത്തഖികളായ മനുഷ്യരൊഴിച്ച് മഹാഭൂരിഭാഗം ആൾക്കാരും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ളാഹു നൽകിയ ഭക്ഷണം കഴിച്ച്, അള്ളാഹു നൽകിയ വായു ശ്വസിച്ച്, അള്ളാഹു നൽകിയ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് അള്ളാഹു തന്നെയില്ല, സൃഷ്ടാവ് തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദികേട് കാണിക്കുന്നവൻ. അള്ളാഹു നൽകിയിട്ടുള്ള ഭക്ഷണം അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ചയായി സമർപ്പിക്കുന്നതും അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേട് തന്നെ. അങ്ങനെ തുടങ്ങി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതായ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും സങ്കല്പിച്ചാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേട് തന്നെയാണ്. വേറൊരു വശത്ത് സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന വേറെ ചില ആൾക്കാർ, അതും അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേട് തന്നെ. ഇപ്പം ചുരുക്കത്തിൽ മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ് എന്നാണ് ഈ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.